ഹായ് ഓൾ, നമസ്കാരം. നിങ്ങൾക്കൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങണം. നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ. പക്ഷേ ഒരുപാട് ഭയം ഉള്ളിൽ കിടന്ന് വളരെയധികം കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻ്റൊക്കെ എവിടുന്നാണ് വരിക? മാർക്കറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമ്മുടെ പ്രോഡക്റ്റ് വിജയിക്കുമോ? റിസ്ക് വളരെ കൂടുതലല്ലേ? ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ തുടങ്ങി, ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് മെഷീനറീസും പ്ലാന്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ആ പ്രോഡക്റ്റ് ഏറ്റെടുക്കുമോ? വിജയിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ കാരണം നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഞാൻ എന്നാൽ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് മാനുഫാക്ചറിങ് നേരിട്ട് തുടങ്ങാതെ എന്നാൽ വളരെ സ്മാർട്ടായി വളരെ ഇന്റലിജന്റ് ആയിട്ട് 2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡിനെ പടുത്തീർത്തുന്ന ഒരു മാജിക്കൽ ഫോർമുലയാണ്. അതെ, അതായത് നമ്മുടെ കണ്ടെത്തിയ നമ്മുടെ സ്വന്തം ഒരു പ്രോഡക്റ്റ് അതിനെ ട്രേഡ് ചെയ്ത് പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി അതിലൂടെ നമ്മൾ മാനുഫാക്ചറിങ്ങിലേക്ക് എത്തിപ്പെടുന്ന ഒരു മാജിക്കൽ ഫോർമുല. ഇത് വളരെ ലോ റിസ്ക്കും അതേപോലെ തന്നെ ഹൈ ഇന്റലിജന്റും ഹൈ കൺട്രോൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതായത് ഇതില് എന്തുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിങ് പല ആളുകൾക്കും ഫെയിലിയർ ആവുന്നു എന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. സാധാരണ ആളുകൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വീഡിയോസോ ബാക്കിയുള്ളതോ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയ ഐഡിയ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു മെഷീനറീസ് കണ്ടെത്തുന്നു. അതിന് വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ഫണ്ട് സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് ഫാമിലിയുടെ അടുത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ മെഷീൻസ് വാങ്ങും, യൂണിറ്റ് സെറ്റപ്പ് ചെയ്യും, അതിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കും. പിന്നീട് മാർക്കറ്റിങ്ങിലേക്ക് ചെല്ലുന്ന സമയത്ത് വേണ്ട രീതിയിൽ അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ബിസിനസ്സിനെ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ നല്ലൊരു ഡീലർ നെറ്റ്വർക്ക് ഇല്ല. അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാനുള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് റിയൽ ഡിമാൻഡ് അറിയാതെ അതിൻ്റെ ഒരു പൾസ് അറിയാതെ ഇതിൻ്റെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഒന്നും അറിയാത്തത് കാരണം ഉണ്ടാവുന്നതാണ് ഈ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ അതൊരു മെഷീന് മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് അതിൽ വേണം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പും ഫൗണ്ടേഷനും സിസ്റ്റമൊക്കെ നമുക്ക് വേണം. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെ സ്മാർട്ട് എന്റർപ്രിനേഴ്സ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു മെത്തേഡ് ചെയ്യാറുണ്ട്. അതാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ട്രേഡിങ്ങിലൂടെ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് കണ്ടെത്തുന്നു, നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു നിഷെ ക്ലാരിറ്റി ഒരു സ്റ്റെപ്പിലൂടെ, അതായത് കറക്റ്റ് ഏത് കാറ്റഗറിയിൽ നമ്മൾ ബിസിനസ് ചെയ്യണം എന്നുള്ളതും ആ കാറ്റഗറിയിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രോഡക്റ്റ് കണ്ടെത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രേഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും താഴെ തട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു എക്സിസ്റ്റിംഗ് മാനുഫാക്ചറേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് അതിന് നമ്മൾ റീസെയിൽ ചെയ്യുന്നു ചെറിയ സ്റ്റോറുകളിലൂടെ. എന്നിട്ട് നമ്മളതിനെ സ്ലോലി വലുതാക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാഴ്ച ഒരു ഹൈ ഡിമാൻഡിൽ ഒരു പ്രോഡക്റ്റ് ആവണമെന്നുണ്ട്. 3 to 5 മാനുഫാക്ചേഴ്സിനെ നമ്മൾ ഇതിൽ കണ്ടെത്തണം. ഒന്നിൽ കൂടുതൽ ബ്രാൻഡുകൾ നമ്മൾ ഉണ്ടാവണം. അതേപോലെ തന്നെ ബൾക്ക് വാങ്ങിയിട്ട് മാർക്കറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ റീറ്റെയിലേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ഡീലേഴ്സിനൊക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയാകുമ്പോൾ അതിലൊരു പ്രത്യേകത വെച്ചാൽ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. മാർക്കറ്റിന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഈ ഒരു സൈക്കോളജിയും ആ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന്റെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈസിങ് സൈക്കോളജി ഒക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ PVC കമ്പ്യൂട്ടറാണ് ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അതിൽ ഏത് ബ്രാൻഡാണ് കൂടുതൽ മൂവ് ആവുന്നത്, ഏത് സൈസ് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്, ഏത് പ്രൈസ് റേഞ്ചാണ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, എന്താണ് അതിൽ കംപ്ലയിൻസ്, ഇതിലൊരു പ്രീമിയം വാങ്ങുന്ന ആളുകൾ അതിൻ്റെ റേഞ്ച് എത്രയാണ്, പ്രീമിയം നോക്കാതെ ഉള്ള അതിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു റേഷ്യോ പ്രീമിയം ടോട്ടലിൽ എത്ര ഉണ്ട്, പ്രീമിയം എത്ര പോകുന്നു, അതിൽ മീഡിയം എത്ര പോകുന്നു, പ്രൈസ് ക്വാളിറ്റി നോക്കാതെ ചീപ്പ് ലെവലിൽ എത്ര പോകുന്നു, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് വളരെയധികം പ്രൈസ്ലെസ്, അതൊരു എക്സ്പീരിയൻസിലൂടെ മാത്രം ഗെയിൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു ഇതൊക്കെ നമ്മൾ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകുക. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ നമ്മൾ ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒന്നിലധികം ജില്ലയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു റീജിയൻ എങ്ങനെയാണോ ആ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൈഡ് നെറ്റ്വർക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സ്ട്രോങ് ബ്രാൻഡിന്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർജിന് വലിയൊരു ഏരിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡീലർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ അണ്ടറിൽ ഡീലർ നെറ്റ്വർക്കും റീറ്റെയിലേഴ്സ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. മന്ത്ലി നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവും. നമുക്ക് വലിയൊരു വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ഡാറ്റ, ഡിമാൻഡിന്റെ ഒരു പാറ്റേൺ, ഇൻവെന്ററി സൈക്കിളിന്റെ നോളജ്, ക്രെഡിറ്റ് കൺട്രോൾ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതിലൂടെ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് കൺട്രോളിങ്ങിന്റെ ഒരു സ്റ്റേജ്. പിന്നെ നിങ്ങളായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു വലിയൊരു പങ്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ മാനുഫാക്ചറിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് അറിയുന്ന ഒരാളാകും എന്നുള്ളതാണ്.
ഇനി നമ്മൾ സ്ലോലി മാനുഫാക്ചറിങ്ങിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഏകദേശം ഒന്ന് സ്റ്റേബിൾ ആവുന്നു അറിയുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഒരു ബ്രാൻഡും നമ്മളുടെ ഒരു പ്രോഡക്റ്റിന്റെ നമുക്കിപ്പോൾ മനസ്സിലായ ആ ഒരു പ്രോഡക്റ്റിന് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആ ഒരു പ്രോഡക്റ്റിൽ ഇനിയും കൂടുതൽ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരുന്നു, അങ്ങനെ ഏതെങ്കിലും കസ്റ്റമേഴ്സിന്റെ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തിട്ടുള്ള നമ്മളുടേതായ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റും ബ്രാൻഡും കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ പുറത്തുള്ള ജോബ് വർക്ക് ചെയ്തിട്ട് വേറെ ഓൾറെഡി മെഷീനറീസ് ഉള്ള മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജോബ് വർക്കിന് കൊടുത്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ബൾക്കായിട്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ഒക്കെ നമ്മൾ തുടങ്ങും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡിന് സ്റ്റാർട്ടിങ് ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ നമ്മൾ പരിഹരിച്ച് നമ്മൾ അതിനൊരു അത്യാവശ്യം നല്ലൊരു ആക്സെപ്റ്റൻസ്, മാർക്കറ്റ് ആക്സെപ്റ്റൻസ്, കൂടുതൽ ആളുകൾ അത് ആവശ്യക്കാരായി വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റും നമ്മുടെ സ്വന്തമായിട്ടുള്ള മെഷീനറീസും യൂണിറ്റും അതിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ട ഡൈ ആവശ്യമുള്ളതാണെങ്കിൽ അങ്ങനെ, അപ്പം അതിനുള്ളൊരു മാനുഫാക്ചറിങ് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അത് ഈ ഒരു ഓൺ മാനുഫാക്ചറിങ്ങിലേക്ക് നമ്മുടെ ഓൺ ബ്രാൻഡുമായിട്ട് വരുന്ന സമയത്തുള്ള ഒരു മാജിക് എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ ഡീലേഴ്സ് ഉണ്ടായിരിക്കും, നമുക്കൊരു മാർക്കറ്റിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് നമുക്കറിയും, പ്രൈസിങ്ങിന്റെ ഒരു സ്വീറ്റ് പോട്ട് നമുക്കറിയും, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, 1-2 ഫാസ്റ്റ് മൂവിങ് SKUs മാത്രം വെച്ചുകൊണ്ട്, പിന്നെ ഒരു വൈറ്റ് ലാബിൽ, പ്രൈവറ്റ് ലാബിലൊക്കെ ലോഞ്ച് ചെയ്യുക, പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് പുഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഡീലേഴ്സ് എന്ത് പറയും, ഇവരുടെ പ്രോഡക്റ്റ് നന്നാണ്, ഇവരെ നമുക്ക് അറിയാമെന്ന്, കാരണം ഓൾറെഡി നിങ്ങളൊരു നല്ലൊരു ട്രസ്റ്റ് വാല്യൂ നിങ്ങൾ മാർക്കറ്റിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 0 കോൾഡ് സ്റ്റാർട്ട്, അതേപോലെ തന്നെ ഒരു ബ്ലൈൻഡ് പ്രൊഡക്ഷൻ അല്ല, കൺട്രോൾഡ് സ്കെയിലാണ്. അപ്പോൾ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രോഫിറ്റ് മാർജിൻ ഡയറക്ട്ലി 5 to 8% എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ട്രേഡിംഗിൽ നിന്ന് വീണ്ടും നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. എവിടേക്ക് 15 to 20% ഡിസ്ട്രിബ്യൂഷൻഷിപ്പും 35 to 50% മാനുഫാക്ചറിങ്. നിങ്ങൾ ഈ ഒരു സ്റ്റേജിലെ ട്രേഡിംഗ് മാത്രം ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5 to 8% ആണ് മാർക്കറ്റിംഗിൽ, നിങ്ങളത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് 15 to 20% ആയി. അത് നിങ്ങൾ മാനുഫാക്ചറിംഗിലേക്ക് പോകുന്ന സമയത്ത് 35 to 50% പ്രോഫിറ്റ് എത്തുന്നതാണ്. ഇതാണ് ഒരു റിയൽ ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ഈസ് സ്റ്റെപ്പ് 1 അല്ലാതെ, ആദ്യത്തെ പടിയല്ലാതെ, നമ്മൾ അതിനെ ഒരു 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഫോർമുലയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആർക്കും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. വലിയ ഗ്രൂപ്പുകൾ പോലും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാലിഡേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാനും ഡിസ്കസ് ചെയ്യാനൊക്കെ താല്പര്യം, കൺസൾട്ടേഷൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ 1 to 1 എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വെബിനാറിൽ 2 hours വെബിനാർ സീരിയസ് ആയിട്ട് ഇരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെബിനാറും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സ്ലേറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. താങ്ക് യു.